ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ നോക്കി. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ക്യാപ്റ്റനായിട്ട് മാറുന്ന സാഹചര്യമായി. മൂന്നാമൂഴം ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പുറത്ത് വലിയ ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രതിപക്ഷവും ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. നോക്കാം നമുക്ക്. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷൻ സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. വീണ്ടും LDF വരും, ഭരണം മാറുമെന്ന് ഉറപ്പിച്ച് പറയാനാകില്ലെന്ന് സുധാകരൻ. പ്രീമിയം പെട്രോൾ വില ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചു. IGNTU ക്യാമ്പസിൽ മലയാളി അധ്യാപകനെ ആക്രമിച്ച് ABVP. വിദേശ സൈനിക ഇടപെടലിന് മണ്ണൊരുക്കില്ല. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് അനുമതി നിഷേധിച്ച് ശ്രീലങ്ക. സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വിശദമായ വാർത്തകളൊക്കെ പോകാം. വീണ്ടും LDF വരും, ഭരണം മാറുമെന്ന് ഉറപ്പിച്ച് പറയാനാകില്ലെന്ന് സുധാകരൻ. കേരളത്തിൽ ഇടത് സർക്കാരിനെ തുടർഭരണം ലഭിക്കാനാണ് സാധ്യതയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC പ്രസിഡന്റുമായ K. സുധാകരൻ. പിണറായി വരില്ലെന്ന് ഉറപ്പിച്ച് പറയാനാകില്ലെന്നും LDF ഭരണം വരില്ലെന്ന് ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ തൻ്റെ കയ്യിലില്ലെന്നുമാണ് സുധാകരൻ പറഞ്ഞത്. അർഹതയുണ്ടായിട്ടും തനിക്ക് അവസരം ലഭിച്ചില്ലെന്നും സുധാകരൻ ആവർത്തിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കണ്ടിരുന്നു. MP മാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ തീരുമാനം മാറ്റിയെന്നും പ്രതീക്ഷിച്ചതല്ല നടന്നില്ല, അതിൽ പ്രയാസമില്ലെന്നും സുധാകരൻ പറഞ്ഞു. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിൽ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ നൽകിയ വാഗ്ദാനം പാലിച്ചില്ലെന്നും മാത്രമല്ല പൊതുസമൂഹത്തിനും പാർട്ടിക്കുള്ളിലും അപമാനിതരായി എന്ന വികാരമാണ് സുധാകരനുള്ളത്. ഒപ്പമുള്ള മുഴുവൻ നേതാക്കളും രണ്ടും കൽപ്പിച്ചാണ്. ഒന്നുകിൽ BJPയിൽ പോകും, അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് സമാന്തര പ്രവർത്തനം നടത്തി NDയുടെ ഭാഗമാകും എന്നെല്ലാമുള്ള ഭീഷണിയാണ് ഹൈക്കമാൻഡിനെ വിറളി പിടിപ്പിച്ചത്. പട്ടികയിൽ പുനരാലോചന നടത്താൻ നേതൃത്വം ആലോചിച്ചെങ്കിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ നിലപാട് സുധാകരന് പാരയായി. സ്ഥാനാർത്ഥി പട്ടികയിൽ തൻ്റെ നിർദ്ദേശങ്ങൾ പാടെ അവഗണിക്കപ്പെട്ടതിൽ നിരാശനായ പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരനെതിരായ നിലപാടിനെ പിന്തുണച്ചു. സുധാകരന് സീറ്റ് നൽകിയാൽ അടൂർ പ്രകാശ് അടക്കമുള്ള മറ്റ് MP മാർ പ്രകോപിതരാകുമെന്ന സ്ഥിതിയുമുണ്ടായി. പാചകവാതക പ്രതിസന്ധിക്കിടയിലും കേന്ദ്രത്തിൻ്റെ ഇരുട്ടടി. പ്രീമിയം പെട്രോളിന് വില ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചു. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഇരുട്ടടി വന്നിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പ്രീമിയം പെട്രോളായ പവർ പെട്രോളിന് ലിറ്ററിന് 2 രൂപ വർദ്ധിപ്പിച്ചു. സാധാരണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ നിലവിൽ മാറ്റമില്ല. ആഗോള വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനവ് പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും കണക്കിലെടുത്താണ് എണ്ണ കമ്പനികളുടെ ഈ നീക്കം. പ്രീമിയം പെട്രോളിന് വില വർദ്ധിപ്പിച്ചതോടെ ഉയർന്ന ശേഷിയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇത് അധിക ബാധ്യതയുണ്ടാകും. പുതിയ വർധനവോടെ HPCLൻ്റെ പവർ പെട്രോളിന് ലിറ്ററിന് 2 രൂപയോളം അധികം നൽകണം. പ്രീമിയം വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് എണ്ണ കമ്പനികളുടെ ഇന്ധനങ്ങൾക്കും സമാനമായ വർധനവുണ്ടായേക്കും. പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ആഗോള എണ്ണ വിപണിയിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഹോർമോൺ കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ വരും ദിവസങ്ങളിൽ സാധാരണ പെട്രോളിനും വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് സൂചന. നികുതിയും സെസ്സും ഉൾപ്പെടെ പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 110 രൂപയ്ക്ക് മുകളിലെത്താനാണ് സാധ്യത. ഇന്ധന വർധനവ് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകർന്നാണ് നാടെങ്ങും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. സംസ്ഥാനത്തെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഹസ്തദാനം നൽകിയും പരസ്പരം ആശ്ലേഷിച്ചും മധുരം നൽകിയുമാണ് പലരും ഈദ്ഗാഹിനെത്തിയത്. കേരളത്തിൽ ഇത്തവണയും നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങളും പള്ളികളും ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ചെറിയ പെരുന്നാൾ ദിവസം കോഴിക്കോട് കിണാശ്ശേരി
പള്ളിയറയ്ക്കൽ ശ്രീദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹ് വേറിട്ട അനുഭവമായി. പരസ്പരം സ്നേഹവും നന്ദിയും അറിയിച്ച് പെരുന്നാൾ ആശംസകൾ നേർന്നാണ് ഏവരും മടങ്ങിയത്. ഗൾഫ് രാജ്യങ്ങളിലും വലിയ ആവേശത്തോടെയാണ് ചെറിയ ആഘോഷം നടന്നത്. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കേരളത്തിനൊപ്പം ഇന്നാണ് ഈദ് ആഘോഷിച്ചത്. നിലവിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് UAE-യിൽ പെരുന്നാൾ നമസ്കാരം മസ്ജിദുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. തുറന്ന സ്ഥലങ്ങളിലെ ഈദ്ഗാഹുകളും മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ഔദ്യോഗിക ആഘോഷങ്ങളും UAE ഒഴിവാക്കി. ലോകം യുദ്ധസമാനമായ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മുറിവേറ്റവർക്ക് സ്വാതന്ത്ര്യമാകാനും സമാധാനത്തിൻ്റെ പുതുപുലരിയിലേക്ക് ലോകം ഉണരണമെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഇത്തവണത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ. വർഗവഞ്ചകരും ഒറ്റുകാരും ഓർക്കാൻ TK ഗോവിന്ദനെതിരെ വിമർശനവുമായി KK രാഗേഷ്. CPM വിട്ട മുതിർന്ന നേതാവ് TK ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വർഗ വഞ്ചകരും ഒറ്റുകാരും ഓർക്കാൻ എന്ന ആമുഖത്തോടെ KK രാഗേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നത്. കണ്ണൂർ ജില്ലയും തളിപ്പറമ്പ് നിയോജകമണ്ഡലം അടങ്ങുന്ന പ്രദേശവും CPM-ൻ്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ സ്വാധീനം ചൂണ്ടിക്കാട്ടിയാണ് രാഗേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന പ്രദേശം കേരളത്തെ ഇളക്കിമറിച്ച എക്കാലത്തെയും വലിയ സമരങ്ങളുടെ സാക്ഷിയാണെന്നും മൊറാഴയും പാടിക്കുന്നും കണ്ടക്കയ്യും മക്കളവും കൊളച്ചേരിയുമൊന്നും വെറും സ്ഥലം നാമങ്ങളല്ല, ഹൃദയരക്തം കൊടുത്തു നേടിയ അഭിമാന ബോധത്തിൻ്റെ പ്രതീകങ്ങളാണെന്നും രാഗേഷ് കുറിപ്പിൽ പറയുന്നു. തളിപ്പറമ്പിൻ്റെ ചരിത്രം അറിയാത്തത് വലിയ കുറ്റമില്ലെന്നും എന്നാൽ അതിനെ നിന്ദിക്കുന്നത് ക്ഷമിച്ചുകൂടാത്ത അപരാധമാണെന്നും രാഗേഷ് ചൂണ്ടിക്കാട്ടുന്നു. വ്യാപകമായ ഉൾപാർട്ടി ജനാധിപത്യവും കർശനമായ കേന്ദ്രീകൃത നേതൃത്വം നിലനിർത്തിക്കൊണ്ട് പാർട്ടി മെമ്പർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയോ അവരെ കൊണ്ട് കടമകൾ നിറവേറ്റിക്കുകയും ചെയ്താൽ മാത്രമേ പാർട്ടിക്ക് വിശാലമായ ജനകീയ ഐക്യം കെട്ടിപ്പടുത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്ക് മുന്നേറാൻ കഴിയൂ. കുലംകുത്തികൾക്കും വർഗ വഞ്ചകന്മാർക്കും ചരിത്രത്തിൽ എവിടെയാണ് സ്ഥാനമെന്ന് നമുക്കറിയാം. ഈ തിരിച്ചറിവ് നാം ഓരോരുത്തരും സ്വയം ആർജിക്കണം. പ്രസ്ഥാനത്തിൻ്റെ കരുത്തു പകരം രാഗേഷ് കുറിപ്പിൽ പറയുന്നു. മധ്യപ്രദേശിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മലയാളി അധ്യാപകന് നേരെ അക്രമവുമായി ABVP. സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി വിഭാഗത്തിലെ അധ്യാപകനായ ഡോക്ടർ ചാൾസ് വർഗീസിന്റെ വസതിയിൽ കയറി ABVP ആക്രമിക്കുകയായിരുന്നു. മുൻ ഹോസ്റ്റൽ വാർഡൻ അനധികൃതമായി ഹോസ്റ്റൽ സൗകര്യങ്ങൾ അനുവദിച്ചെന്ന ആരോപണത്തെ തുടർന്ന് അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഡോക്ടർ ചാൾസ് വർഗീസിനെ പുതിയ വാർഡനായി നിയമിക്കുകയും അദ്ദേഹം ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഔദ്യോഗിക മാനദണ്ഡങ്ങൾ പ്രകാരം പുനഃക്രമീകരിക്കുകയും ചെയ്തിരുന്നു. നിയമനത്തിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രേരിതമായ പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഈ നടപടിയിൽ ചില വിദ്യാർത്ഥി വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ABVP-യുമായി ബന്ധപ്പെട്ടവർക്ക് എതിർപ്പ് ഉണ്ടായിരുന്നു. സംഭവത്തിൽ അധ്യാപക സംഘടനാ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സർവകലാശാല അധികാരികൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണം പുറത്തുവിട്ടിട്ടില്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ മേഖലയിൽ പിടിമുറുക്കാനുള്ള അമേരിക്കൻ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകി ശ്രീലങ്ക. US യുദ്ധവിമാനങ്ങൾക്കും സൈനിക കപ്പലുകൾക്കും തങ്ങളുടെ വ്യോമസമുദ്ര പാതകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന വാഷിംഗ്ടണിന്റെ ആവശ്യം ശ്രീലങ്കൻ സർക്കാർ കർശനമായി നിഷേധിച്ചു. തങ്ങളുടെ മണ്ണ് മറ്റൊരു രാജ്യത്തിനെതിരായ സൈനിക നീക്കത്തിന് വിട്ടുകൊടുക്കില്ലെന്ന് ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കയുമായി ഒപ്പിടാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന വിവാദമായ സോഫ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ് ഈ നിർണായക തീരുമാനം. കരാർ പ്രകാരം അമേരിക്കൻ സൈനികർക്ക് ശ്രീലങ്കയിൽ പ്രത്യേക പദവിയും സൗകര്യങ്ങളും ലഭിക്കുമായിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിന് വിരുദ്ധമായ ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ലെന്ന് ലങ്കൻ ഭരണകൂടം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ശ്രീലങ്കയുടെ സഹായം തേടിയത്. തന്ത്രപ്രധാനമായ ഹമ്പൻതോട്ട, കൊളംബോ തുറമുഖങ്ങളിൽ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യമാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. ശ്രീലങ്കൻ മണ്ണ് വിദേശ ശക്തികളുടെ പടയോട്ടത്തിന് വിട്ടുകൊടുക്കുന്ന ഉറച്ച നിലപാടിലാണ് അനുര കുമാര ദിസനായക സർക്കാർ. അമേരിക്കൻ സൈനിക സഹായത്തിനെതിരെ ശ്രീലങ്കയിലെ വിവിധ ഇടതുപക്ഷ പാർട്ടികളും ജനകീയ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്ക എടുത്ത ഈ നിലപാട് അമേരിക്കയ്ക്ക് വലിയ നയതന്ത്ര തിരിച്ചടിയാണ്.
കേരളം പൊള്ളുന്നു, സൂര്യാഘാതം ഒഴിവാക്കാൻ മുൻകരുതലുകൾ പാലിക്കണം. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ സൂര്യാഘാത മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ: പുറത്ത് പോകേണ്ടതാകാത്ത സാഹചര്യത്തിൽ പരമാവധി വീടിനുള്ളിൽ തന്നെ ഇരിക്കുക. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ വെള്ള അല്ലെങ്കിൽ ഇളനിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. ആഹാരകാര്യത്തിൽ ലഘുവായും സമീകൃതമായ ഭക്ഷണം കഴിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക. പുറത്തു പോകുമ്പോൾ തലയും മുഖവും കൂടുതൽ സംരക്ഷിക്കുക. ഇതിനായി സൺസ്ക്രീൻ, കുട, തൊപ്പി എന്നിവ ഉപയോഗിക്കുക. കനത്ത ചൂടിൽ നിന്നും രക്ഷ നേടാൻ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം ലഭ്യമാക്കുക. പ്രായമായവർ, കുട്ടികൾ, ഗർഭിണികൾ, രോഗികൾ, വികലാംഗർ എന്നിവർക്ക് കൂടുതൽ ശ്രദ്ധ നൽകാം. വരും കാലങ്ങളിൽ ചൂട് വർദ്ധിക്കും എന്നതിനാൽ ഇപ്പോഴേ മരങ്ങൾ നട്ട് തളരെടുക്കാം. കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ പ്രവചന ശ്രദ്ധിക്കുക. ഇതിനായി സമൂഹ മാധ്യമങ്ങൾ, മറ്റു മാധ്യമങ്ങൾ എന്നിവ ശ്രദ്ധിക്കാം. താപനിലയിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പ്രഥമ ശുശ്രൂഷ പഠിക്കാൻ ശ്രമിക്കുക. ഡൽഹിയിലെ UNI ആസ്ഥാനം ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ചു. പ്രമുഖ ദേശീയ വാർത്താ ഏജൻസിയായ യുണൈറ്റഡ് ന്യൂസ് ഓഫ് ഇന്ത്യയുടെ ഡൽഹി റാഫി മാർഗിലെ ആസ്ഥാന മന്ദിരം രാത്രിയിൽ ബലം പ്രയോഗിച്ച് ഒഴിപ്പിച്ച് മോദി സർക്കാർ. ജീവനക്കാരെ കൈകാര്യം ചെയ്തു. ഇന്ന് രാത്രി 9:30 വനിതകൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയത്. ജീവനക്കാരുടെ സാധനങ്ങൾ പോലും എഴുതാൻ അനുവദിക്കായിരുന്നു നടപടി. ജീവനക്കാരുടെ കാൽ തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പിടിച്ചുതള്ളിയതായും റിപ്പോർട്ടുകളുണ്ട്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ UNI സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിൽ പ്രതിഷേധം ശക്തമായി. കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടി. ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസുണ്ട്. UNIക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനായി അനുവദിച്ച സ്ഥലമാണിത്. എന്നാൽ കെട്ടിട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയില്ല എന്ന കാരണത്താൽ ലാൻഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസ് സ്ഥലം തിരിച്ചെടുക്കാൻ നീക്കം നടത്തി. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം നിർമ്മാണം ആരംഭിക്കാനായില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ UNI ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ കോടതി ഈ വാദം തള്ളി. വെള്ളിയാഴ്ചയാണ് കോടതി വിധി വന്നത്. ഇതിനു പിന്നാലെയാണ് ധൃതി പിടിച്ച് മുന്നറിയിപ്പില്ലാതെ ഓഫീസ് ഒഴിപ്പിച്ചത്. രാജ്യത്തെ പഴക്കം ചെന്ന മാധ്യമ സ്ഥാപനങ്ങൾ വന്ന UNI ഒഴിപ്പിച്ചതിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ. വിമത ഭീഷണിക്ക് പിന്നാലെ കെ സുധാകരനെ കണ്ട് TK ഗോവിന്ദൻ സമുന്നതനായ നേതാവെന്ന് പ്രതികരണം. അതേസമയം കെ സുധാകരനുമായി വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം UDFന്റെ സമുന്നതനായ നേതാവാണെന്ന് TK ഗോവിന്ദൻ പ്രതികരിച്ചു. തൻ്റെ സ്ഥാനാർത്ഥത്തിന് UDF പിന്തുണ നൽകുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയിലെ സമുന്നതനായ നേതാക്കളെ കാണും. വിമതർ തൻ്റെ വിഷയമല്ല, അതെല്ലാം അവരുടെ പാർട്ടി നോക്കിക്കൊള്ളുമെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. വരും ദിവസങ്ങളിൽ UDFന്റെ മുതിർന്ന നേതാക്കളെ സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPMമായി ഇടഞ്ഞ് പുറത്തു വന്ന നേതാക്കളെ UDF സ്ഥാനാർത്ഥികളാക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു എന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് വിമത ഭീഷണി ഉയർത്തുന്നത്. TK ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ നാമനിർദ്ദേശക പത്രിക നൽകുമെന്നാണ് പുറത്തു വരുന്ന വിവരം. തളിപ്പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ അവൻ വരുന്നു എന്ന എഴുത്തുമായുള്ള പോസ്റ്ററുകളാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടത്. CPMൽ നിന്നും വരുന്നവരെ സ്ഥാനാർത്ഥിയാക്കുന്ന തീരുമാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. എന്നാൽ ഈ പ്രതിഷേധം നേതൃത്വം മുഖവിലക്കെടുത്തില്ല. പിന്നാലെ പാർട്ടിക്കുള്ളിലെ പ്രതിഷേധം പരസ്യമാക്കാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. നാളെ കാണാം. നന്ദി, നമസ്കാരം.